ഹായ്. നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ കറക്റ്റായിട്ടിരുന്നില്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഭംഗി പോവും. അപ്പം ഷോൾഡർ ഒത്തിരി കയറി പോവാതെ ഒത്തിരി ഇറങ്ങി പോവാതെ ലൂസാവാതെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്ന് പറയുന്നത്. അതേപോലെ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ഷോൾഡർ മാറുന്നതനുസരിച്ച് കഴുത്തിൻ്റെ ഷേപ്പ്, ആം റൗണ്ടിൻ്റെ വരുന്ന മാറ്റം, അതേപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്ക് കഴുത്തിറക്കത്തിനനുസരിച്ചാണ് ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ അളവ് ബ്ലൗസ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് അതുപോലെ എടുക്കാം. എന്നാൽ പോലും അളവ് ബ്ലൗസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ ഒരു ഫാൾട്ടോട് കൂടിയാണ് അവർ ആ ബ്ലൗസ് ഇടുന്നതെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്താൽ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് കഴുത്തിറക്കത്തിനനുസരിച്ച് നമുക്ക് ഷോൾഡർ എങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് അളവെടുത്ത് ബ്ലൗസ് തയ്ക്കേണ്ടി വരും. ചിലർക്ക് അങ്ങനെ മതി, അളവെടുത്ത് തയ്ച്ചാൽ മതിയെന്ന് പറയാം. അപ്പോഴൊക്കെ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ആ കണക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഷോൾഡർ എടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. അതുകൊണ്ട് കഴുത്ത് ലൂസാവും. കഴുത്ത് ചിലർക്കങ്ങ് ബോഡിയിലോട്ട് ചേർന്നിരിക്കും. ഷോൾഡറൊക്കെ കഴിഞ്ഞ് നിന്ന് ഒത്തിരി അകത്തായി പോവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഷോൾഡറും നെക്കും എല്ലാം കറക്റ്റായിട്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. കഴുത്തകലം എങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നമുക്കിനി മാർക്ക് ചെയ്ത് തുടങ്ങാം. ഇത് മടക്കാണ്. ഇവിടെ നമുക്ക് കഴുത്തിറക്കം, ബ്ലൗസിൻ്റെ ഇറക്കമൊക്കെ മാർക്ക് ചെയ്ത് തുടങ്ങാം. 15 അരയാണ് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് എടുക്കേണ്ടത്. 15 അര നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 15 അര ഇവിടുന്ന് ഇങ്ങോട്ടും കറക്റ്റായിരിക്കണം. ഈ ഒരു ലൈൻ നല്ല ലെവലിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്കിവിടെ കഴുത്തകലം മാർക്ക് ചെയ്യാം. 38 ചെസ്റ്റാണ്. അപ്പോൾ കഴുത്തകലം എടുക്കേണ്ടത് 2.25. ഇനി നമുക്ക് ഷോൾഡറാണ്. ഓരോ ബ്ലൗസ് ഇടുന്ന ആളിൻ്റെയും ഷോൾഡർ അനുസരിച്ച് ഇവിടെ എടുക്കേണ്ട ഷോൾഡറിൽ വ്യത്യാസം വരും. 13, 14, 15, 16, 17 അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ ഷോൾഡറാണ് ഓരോരുത്തർക്കും. കഴുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2.5 ഇഞ്ച് ആകാവൂ. അങ്ങനെയൊക്കെ ആളുകൾ വാശി പിടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നടക്കത്തേയില്ല. അങ്ങനെ നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി പല ഭാഗത്തും വരുന്ന മിസ്റ്റേക്കുകളും നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഷോൾഡർ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ ഷോൾഡർ കൂട്ടിയും കുറച്ചും എടുത്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ഷോൾഡർ 16 ഇഞ്ചാണ്. എത്ര ഷോൾഡർ ആയാലും അതിൻ്റെ നേരെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 16ൻ്റെ പകുതി 8 ഇഞ്ചാണ്. ഇനി നമുക്ക് കഴുത്തിറക്കത്തിനനുസരിച്ചാണ് ഇത് കുറച്ച് കൊണ്ടുവരേണ്ടത്. 1 ഇഞ്ച് ഇറങ്ങിയാലും 2 ഇഞ്ച് ഇറങ്ങിയാലും നമുക്ക് ഇതേ ഷോൾഡർ തന്നെ എടുക്കാം. അപ്പോൾ ഷോൾഡർ ഇത്രയും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷോൾഡർ ചരിച്ചു കൊടുക്കണം. നമുക്ക് കഴുത്തിറങ്ങുന്നില്ലെങ്കിൽ നമുക്കിവിടെ നല്ല പോലെ ചരിക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ടും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നമ്മൾ അയൺ ചെയ്ത ഒരു തുണി പോലെ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കും. ആ കൈക്കുഴി ഭാഗത്ത് നല്ല നീറ്റായിരിക്കും. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3, 4 മാർക്ക് ചെയ്യാം. നാല് ഇഞ്ച് കഴുത്തിറക്കാം. 3 ഇഞ്ച് ഇറങ്ങിയാലും 4 ഇഞ്ച് ഇറങ്ങിയാലും നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് കുറയ്ക്കണം. ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടേബിൾ എഞ്ചോടി കാണാതെ പഠിക്കത്തില്ലേ, അതേപോലെ ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ ഒട്ടും പാടില്ല. അധികം കാൽക്കുലേഷൻ ഒന്നും വേണ്ട. നമുക്ക് ഷോൾഡർ ഇത്രയെന്ന് കിട്ടുന്നു, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരും 4 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഷോൾഡർ 7.5 വരുന്നത്. 7.5 ഇങ്ങനെ വരും. ആം റൗണ്ട് നമ്മൾ പൊതുവേ എടുക്കുന്നത് 5.5ആണ്. അതും 5.5യിൽ നിൽക്കത്തില്ല, അത് കൂടുകയും കുറയുകയും ചെയ്യും. നമുക്ക് 5.5 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനി 5 ഇഞ്ച് കഴുത്തിറങ്ങുമ്പം നമ്മളിവിടുന്ന് 3/4 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്.
കഴുത്ത് 5 ഇഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വരച്ച ഈ കഴുത്ത് അകലത്തിൽ നിന്ന് ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഇങ്ങോട്ട് മാറിയില്ലേ, അത് നമുക്ക് കഴുത്തിൻ്റെ ഭംഗി ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അത് ഈ ഇറക്കം കൂടുന്നതനുസരിച്ച് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരച്ചിട്ട് അതിൽ നമുക്ക് റൗണ്ട് വരയ്ക്കാം. എന്നാൽ മാത്രമേ ഈ ബ്ലൗസ് ഇടുമ്പോൾ ആ ബ്ലൗസിൻ്റെ ആ ബാക്ക് നെക്ക് നല്ല സൂപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ. 6 ഇഞ്ചിനും 7 ഇഞ്ചിനും ഒരേപോലെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കേണ്ടത്. 1 ഇഞ്ച്. 8 ഇഞ്ച് ഷോൾഡറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1.25 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തിരിക്കുന്നതിന് ഇങ്ങോട്ട് കുറയ്ക്കാം. 8 ഇഞ്ച്, അതേപോലെ 9 ഇഞ്ച്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ചാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് ഈ പകുതിയിൽ നിന്ന് കുറയ്ക്കാം. പകുതി മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് കുറച്ചതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാവും? 3.5 ആവും. ഈ 3.5 എന്നുള്ളത് തച്ച് കഴിയുമ്പോൾ 2.5 ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ 2.25 അങ്ങനെ നിൽക്കും. തയ്യൽ തുമ്പ് കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്ക് ഷോൾഡർ കുറഞ്ഞു വരുന്നത്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 10 ഇഞ്ച് ആവുന്നതോടുകൂടി കുറേ കൂടി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അധികം ഇവിടുന്ന് അങ്ങോട്ട് എടുക്കും. ഈ കുറച്ചും കൂടി അധികം എന്നുള്ളത് അതിൻ്റെ ആ ഒരു കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് അത് എത്രയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളത് എഴുതി വെക്കണം. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്നും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 10 ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത് 2 ഇഞ്ചാണ്. പകുതിയിൽ നിന്ന് 2 ഇഞ്ച്. ഇവിടെ 8 ആണെങ്കിലും അത് പലർക്കും പല രീതിയാണ്. ഇവിടെ എത്ര ആയാലും പകുതി മാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് കുറയ്ക്കണം. 10 ഇഞ്ച് ബാക്ക് ഇറങ്ങിയ ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയേ വേണ്ട. 11 ഇഞ്ച് ഇറങ്ങിയ 2.25 നമുക്ക് ഷോൾഡറിൻ്റെ ഇത് കുറയ്ക്കാം പകുതിയിൽ നിന്ന്. 12 ഇഞ്ച് ഇറങ്ങിയാണെങ്കിൽ 2.5 ഇഞ്ച് കുറയ്ക്കാം. ഇനി ഇവിടെ എപ്പോഴും 5.5 തന്നെ നിൽക്കത്തില്ല കേട്ടോ. ഈ ഷോൾഡർ ഇങ്ങോട്ട് കയറുന്നതനുസരിച്ച് നമ്മൾ ആം റൗണ്ട് ഇവിടുന്നേ ആയിരിക്കത്തില്ലേ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഷോൾഡർ ലൈനെങ്കിൽ നമ്മൾ ആം റൗണ്ട് ഇവിടുന്നല്ലേ ഇങ്ങനെ എടുത്ത് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന ഒരു ആം റൗണ്ടിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ ഇവിടുന്ന് എടുക്കുമ്പം. അപ്പോൾ ഈ ലൈൻ കുറച്ചും കൂടി മുകളിലേക്കാവും. ഈ ലൈൻ ആം റൗണ്ടിൻ്റെ ഈ ലൈൻ ഇങ്ങോട്ട് പോകുന്തോറും ഈ ലൈൻ മുകളിലോട്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വരുന്ന ഈ ഒരു റൗണ്ട് ഇവിടുന്നേ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഷോൾഡർ ഇറക്കാൻ എപ്പോഴും 5.5 അല്ല, അതിൽ കുറയും കൂടുകയും ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതിപ്പോൾ 11 ഇഞ്ച് ഇറക്കിയാണ് ഈ വരച്ചിരിക്കുന്നത്. നല്ല റൗണ്ടായിട്ട് വരും, ബാക്ക് ഒത്തിരി ഓപ്പണായിട്ട് കിട്ടും ഇങ്ങനെ ഇത്രയും ഇറങ്ങുമ്പോഴേ. അപ്പോൾ നമുക്ക് തോന്നും ഇതാണ് ആ ഷോൾഡറിൻ്റെ ലൈനെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നോക്ക്, ഇത്രയും. അപ്പം ബാക്കിൽ ഇത്രയേ വരുള്ളൂ ബ്ലൗസിൻ്റെ ഭാഗം എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിങ്ങോട്ട് അടുക്കും തോറും ഇത് മുകളിലേക്കാവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അഥവാ വീതി കുറഞ്ഞ ഭാഗം കുറച്ചല്ലേ കാണുള്ളൂ, ഇത് മുകളിലോട്ടാവല്ലേ. ബാക്കി ഇത്രയും ഇവിടെ ഒരുപാട് ഏരിയ കിടക്കുകയല്ലേ. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറങ്ങും തോറും ഈ ആം റൗണ്ട് മുകളിലേക്കാവും. ഇതിങ്ങനെ കൂടുതൽ അടുക്കത്തില്ല. ഇപ്പം ഈ വര കിടക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഇത്രയല്ലേ ഉള്ളൂ ഇവിടെ വീതിയെന്ന് തോന്നും അല്ലേ. അങ്ങനെയല്ല. മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞ്? നമ്മളിത് 5.5 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഷോൾഡർ ഇവിടെ നിന്നാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത്. ഷോൾഡർ ഇതാണെങ്കിൽ ഇങ്ങനെ പോവുകയും ചെയ്യും. ഈ 5.5-ലല്ല, 5.5-ക്കാളും മുകളിലേക്കായിരിക്കും ഇത് നിൽക്കുന്നത്. ഇതാണ് വ്യത്യാസം.
അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കത്തിനനുസരിച്ച് 1/2 ഇഞ്ച് 1 ഇഞ്ച് 1/4 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് ഈ ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറയാം. അത് അറിഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ രീതിക്ക് ഇങ്ങനെ അങ്ങ് കുറച്ചാൽ മതി. കൂടുതൽ കൺഫ്യൂഷൻ ആവുമോ എന്നുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. എന്നാലും ഞാൻ ഈ വീഡിയോ പറഞ്ഞേക്കാം, മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണെങ്കിൽ 3 × 15 ഹരിക്കണം 0.4 ഇഞ്ച്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച്. അതേപോലെ 5 ഇഞ്ചാണെങ്കിൽ 5 × 15 ഹരിക്കണം 100 7 ഇഞ്ച്. അപ്പോൾ 3/4 ഇഞ്ച്. 1 ഇഞ്ച് ആയില്ല, 3/4 ഇഞ്ച്. അതാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറയ്ക്കേണ്ടത്. ഇനി നമുക്ക് 7 ഇഞ്ചാണെങ്കിൽ 7 × 15 15 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി. 1.5. ഈ 1.5 എന്ന് പറഞ്ഞാലും 1 ഇഞ്ച് എടുത്താൽ മതി. 1.5 എന്ന് പറഞ്ഞാലും ഇവിടുന്ന് അങ്ങോട്ട് 1 ഇഞ്ച് എടുത്താൽ മതി. 8 × 15 ഹരിക്കണം 100 1.2. 1.2 എന്നുള്ളത് 1/4. 1 ഇഞ്ചും 1/4 ഇഞ്ചും കൂടി നമുക്ക് എടുക്കാം. ഈ 15 എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ആവറേജാണ്, ബ്ലൗസിൻ്റെ ഇറക്കത്തിൻ്റെ ആവറേജാണ്. 13, 14, 15, 16, 17 അങ്ങനെയല്ലേ നമ്മൾ ബ്ലൗസിൻ്റെ ഇറക്കം. അതിൻ്റെ ആവറേജാണ് ഈ 15 ഇഞ്ച്. ആ 15 കൊണ്ടാണ് നമ്മളിതിന് ഇൻറ്റു ചെയ്യുന്നത്. ആ 15% എന്നുള്ളത് കൊണ്ട് 100 അവിടെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട. നമുക്ക് ആദ്യം പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ, അത് ഒന്ന് എഴുതി വെച്ചാൽ മതി. 1/4 ഇഞ്ച്, ഇപ്പോൾ 3 ഇഞ്ചാണെങ്കിൽ ഇത്ര, 4 ഇഞ്ചാണെങ്കിൽ ഇത്ര എന്ന് പറയുന്നത് അതൊന്ന് മനസ്സിൽ പഠിച്ചു വെച്ചാൽ ഇതൊന്നും കണക്കൂട്ട ഒന്നും വേണ്ട, പെട്ടെന്ന് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും. 9 ഇഞ്ചാണ് നമുക്ക് ബാക്കിനൊക്കെ ഇറങ്ങുന്നതെങ്കിൽ 1.35 വരുന്നത്. 1.35. അപ്പോൾ അത് എത്ര എടുക്കുമെന്ന് സംശയിക്കേണ്ട. അത് നമ്മളങ്ങ് റൗണ്ട് ചെയ്ത് എടുത്താൽ മതി. 1.5 ഇഞ്ച് അങ്ങ് എടുത്താൽ മതി. 1.35 എന്നുള്ളത് 1.5 അങ്ങ് എടുത്താൽ മതി. അങ്ങനെ ചെറിയ വ്യത്യാസം വരുമ്പോൾ നമ്മൾ അതിനടുത്തുള്ള ഈ 1/4 ഇഞ്ച് 1/2 ഇഞ്ചുമായിട്ടങ്ങ് എടുത്താൽ മതി. 10 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കെങ്കിൽ അത് അധികമായിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ 1.5 1/2 ഇഞ്ച് എടുക്കാം നമുക്ക്. പക്ഷേ നമുക്ക് 10 ഇഞ്ച് തൊട്ട് കൂടുതൽ ഇറങ്ങിയില്ലേ ബ്ലൗസ്, 10, 11, 12 അങ്ങനെ കൂടുതൽ ഇറങ്ങുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം. അതായത് നമ്മൾ ഓരോരുത്തരും എത്രയാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്, 1/2 ഇഞ്ചിന് ഒരു പോയിൻറ്റിൻ്റെ കുറവാണ്. 1/4 ഇഞ്ച് എപ്പോഴും നിൽക്കത്തില്ല, 1/4 ഇഞ്ചിൽ തയ്ക്കാം. അപ്പോൾ അത് ചിലപ്പം 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും ആയിരിക്കും നമുക്ക് തയ്യൽ തുമ്പായിട്ട് വരുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചും കൂടി ഇപ്പം നമുക്ക് 1.5 ഇഞ്ച് കിട്ടിയെങ്കിൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ 1.5 ഇഞ്ച് എടുക്കുന്നതിന് പകരം 2 ഇഞ്ച് എടുക്കണം. എപ്പോഴാണ് 10 ഇഞ്ച് തൊട്ട് ബാക്ക് നെക്ക് ഇറക്കം കൂടുമ്പം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ചരിവിൻ്റെ കാര്യം പറയാം. നമുക്കിവിടെ 2 ഇഞ്ചാണ് കഴുത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ 1 ഇഞ്ചാണ് കഴുത്തിറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി അതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്കിതിങ്ങോട്ട് ചരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഷോൾഡറിൻ്റെ ആ വീതി നമ്മൾ തച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു ലെങ്ത് ഇല്ലേ, കഴുത്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ലെങ്ത്, ഇത് കൂടുതലായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ചരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇത്ര ബ്ലൗസിനെ പോലെ ബ്ലൗസ് ഇത്രയേ ഉള്ളെങ്കിൽ, എല്ലാ ബ്ലൗസും ഇങ്ങനെയല്ല. തോൾവീതി ഉള്ളവർക്ക് നമ്മൾ ഈ ഷോൾഡർ കൂടുതൽ തന്നെ കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഷോൾഡറിനനുസരിച്ച് കഴുത്തിറക്കം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പം തന്നെ ഷോൾഡർ ഇത്രയാവും. അപ്പോൾ ഇതേപോലെ തച്ച് കഴിയുമ്പോൾ വളരെ ചെറിയൊരു ഷോൾഡറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് ചരിക്കുകയേ വേണ്ട, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വെച്ചാൽ മതി. ബാക്കി അളവുകളെല്ലാം കറക്റ്റാണെങ്കിൽ ബ്ലൗസ് നേരെ നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. പക്ഷേ ഇത്രയും ഷോൾഡർ ഇപ്പോൾ ഇതാ 8 ഇഞ്ച് 7 ഇഞ്ച് അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ കുറയ്ക്കണം. ഇപ്പോൾ 8 ഇഞ്ചൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്കിവിടെ ഒരു 3/4 ഇഞ്ച് ചരിച്ചു കൊടുക്കാം. ഇങ്ങനെ അറ്റം വരെ കൊണ്ടുപോകണ്ട, ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ. അതിപ്പം ബ്ലൗസിന് മാത്രമല്ല കേട്ടോ, ഷോൾഡറിൻ്റെ കാര്യം കൂടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഈ ചരിവിൻ്റെ കാര്യം പറഞ്ഞത് ടോപ്പ് ചുരിദാറിനും കൂടിയാണേ. ആദ്യം പറഞ്ഞത് ബ്ലൗസിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താ, തോൾ വീതി ഇത്രയും കൂടുന്നത് മിക്കവാറും ടോപ്പിനായിരിക്കും. അപ്പോൾ എന്താ ഇങ്ങനെ ചരിക്കാം.
ഈ അറ്റം വരെ കൊണ്ട് കൂർപ്പിച്ച് നിർത്തണ്ട. 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയ ശേഷം ദാ ഇങ്ങനെ ചരിച്ചു കൊടുക്കാം. ഇത് 1 ഇഞ്ചിൽ ഇതിപ്പോൾ 3/4 ഇഞ്ചാണ്. ഇതിൽ കൂടുതലും ഞാൻ എടുത്തിട്ടുണ്ട്, ഇവിടെ ഭംഗിയായിട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ ബാക്ക് ഇറങ്ങുന്നില്ല. ഷോൾഡറിൻ്റെ പകുതി അതേപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് 3/4 ഇഞ്ച് ചരിക്കാം. ഇനി നമുക്കിത് 8 ഇഞ്ച് ഇല്ല, ഒരു 7 ഇഞ്ചേ വരുന്നുള്ളെങ്കിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചാൽ മതി കേട്ടോ. 1/2 ഇഞ്ച് താഴ്ത്തിയാൽ മതി. 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കാം. ടോപ്പിനായാലും ബ്ലൗസിനായാലും ഇത് വളരെ ചെറിയൊരളവിലാണ് ഷോൾഡർ കിട്ടുന്നതെങ്കിൽ ചരിക്കേണ്ട ആവശ്യമില്ല. ചരിച്ചാൽ ഈ കഴുത്ത് ലൂസാവും. ഇനി തിരിച്ച് ചരിക്കുന്നവരുണ്ട്, തിരിച്ച് കഴുത്ത് ലൂസ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചരിക്കുന്നവരുണ്ട്. നമ്മൾ ബ്ലൗസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തച്ച് ഇങ്ങനെ ചരിക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഇത്രയും ഷോൾഡർ എടുക്കുമ്പം നമുക്ക് ഇവിടെ ചരിവും കൊടുത്ത ശേഷം ആംറൗണ്ട് 5/2 നിൽക്കുമോ? 5/2 6 നിൽക്കില്ല. അത് ഇവിടെ നമുക്ക് ഈ ഒരു ഇത് താഴ്ത്തി കൊടുക്കേണ്ടി വരും. നമുക്ക് ആംറൗണ്ടിനനുസരിച്ച് ഈ 5/2 എന്നുള്ളത് 6, 6.5, 7 ആവും. എന്നാലേ നമുക്ക് ഈ റൗണ്ട് ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നുള്ളൂ. ഇവിടം വരെ ആയിപ്പോയാൽ എത്ര ആംറൗണ്ട് കിട്ടാനാണ്? ചെറിയ കുട്ടികൾക്കുള്ള ആംറൗണ്ടല്ലേ ഇവിടെ കിട്ടൂ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആംറൗണ്ട് താഴ്ത്തി എടുക്കേണ്ടി വരും. ഈ ഒരു താഴ്ച നമുക്ക് ഒരിക്കലും എപ്പോഴും ഇത്ര 6 ഇഞ്ച് എടുക്കാം, എപ്പോഴും 5.5 എടുക്കാം, അങ്ങനെ നടക്കത്തേ ഇല്ല. അത് കൂട്ടിയും കുറച്ചും നമ്മൾ എടുക്കേണ്ടി വരും ഈ റൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടി. ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കഴുത്തകലവും ഈ ആംറൗണ്ടൊന്നും ഇത്രയും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് വലുതായിപ്പോവും. അതുകൊണ്ടാണ് ഈ കഴുത്തകലത്തിന് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കഴുത്തകലം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഷോൾഡറും ആംറൗണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ അതിനുവേണ്ടി മാത്രം വീഡിയോ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ലൈക്ക് വളരെ വളരെ വലിയൊരു കാര്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണം. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.